എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റു ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 4 മാസത്തേക്കുള്ള സൗജന്യ കിറ്റിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളുണ്ട്, കിറ്റിൻ്റെ വിതരണമൊക്കെ നീണ്ടുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നല്ല രീതിയിൽ ഈ ഒരു സൗജന്യ കിറ്റിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നിലവിൽ ഒക്ടോബർ മാസത്തിലെ കിറ്റിൻ്റെ വിതരണമാണ് ഈ ഒരു നവംബർ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ കാർഡിൻ്റെ ക്രമ നമ്പർ അവസാനക്ക നമ്പർ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. അതായത് ആദ്യം പിന്നെ BPL കാർഡിലെ മഞ്ഞ കാർഡുകാർക്കാണ് വിതരണം ഉണ്ടാവുക. അതിനുശേഷം റോസ് കാർഡുകാർക്ക്, പിന്നെ APL നീല കാർഡുകാർക്ക്, പിന്നെ APL വെള്ള കാർഡുകാർക്ക്. അങ്ങനെയാണ് ഈ ഒരു ക്രമ നമ്പർ അടിസ്ഥാനത്തിലാണ് സൗജന്യ കിറ്റിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കിറ്റ് മേടിക്കാത്ത, ഒക്ടോബർ മാസത്തിലെ സൗജന്യ കിറ്റ് ഇതുവരെ മേടിക്കാത്തവരുണ്ടെങ്കിൽ അത് ഏത് കാർഡായിക്കൊള്ളട്ടെ, BPL മഞ്ഞ റോസ് കാർഡായാലും APL വെള്ള നീല കാർഡായാലും ശരി, അവർക്ക് ഇന്നു മുതൽ ഏത് കാർഡുകാർക്കും ക്രമ നമ്പർ ഒന്നും നോക്കാതെ ഇന്നു മുതൽ എല്ലാ കാർഡുകാർക്കും പോയിട്ട് ഈ ഒരു ഒക്ടോബർ മാസത്തെ സൗജന്യ കിറ്റ് കിട്ടാത്ത എല്ലാ കാർഡുകാർക്കും ഇന്നു മുതൽ പോയിട്ട് ഈ ഒരു സൗജന്യ കിറ്റ് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർക്കുക. ഇതുവരെ ഒക്ടോബർ മാസത്തിലെ കിറ്റ് കിട്ടാത്ത എല്ലാ കാർഡുകാർക്കും ഇന്നു മുതൽ പോയിട്ട് സൗജന്യ കിറ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, പലർക്കും ഒരു പരാതി ഉണ്ടാകും. അതായത് ഈ കിറ്റ് എത്തിയിട്ടും കിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി. അതായത് സംഭവം നമ്മുടെ റേഷൻ കടയിൽ കിറ്റൊക്കെ എത്തിയിട്ടുണ്ട്, എന്നാലും പല റേഷൻ കാർഡ് അവിടെയുള്ള ഓണറും കിറ്റ് എത്തിയിട്ടില്ല, പിന്നെ വരുമെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുണ്ട്, അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി ബോധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് അവരുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ബോധിപ്പിക്കാനുണ്ടാവും. റേഷൻ കിട്ടാത്ത മറ്റുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ്, നിങ്ങൾ നിലവിൽ APL കാർഡാണ്, നിങ്ങൾക്ക് BPL കാർഡിലേക്ക് മാറാൻ അർഹതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് പരാതികൾ ബോധിപ്പിക്കേണ്ട ഫോൺ നമ്പറുകളെല്ലാം അടങ്ങിയ വിശദമായ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികളും ആ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അറിയേണ്ട കാര്യം, ഒക്ടോബർ മാസത്തിലെ സൗജന്യ കിറ്റ് ഇതുവരെ മേടിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ എല്ലാവർക്കും മേടിക്കാൻ, ഏത് കാർഡിൻ്റെ നിറം നോക്കാതെ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നവംബർ മാസത്തിലെ കിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. എന്തായാലും നിലവിൽ പലർക്കും APL നീല വെള്ള കാർഡുകാർക്ക് കിറ്റ് ലഭിക്കാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് പല റേഷൻ കടകളിലും. അപ്പോൾ എല്ലാവരും റേഷൻ കടകളിലൊന്ന് അന്വേഷിച്ച് കിറ്റ് ലഭിക്കാത്ത എല്ലാവരും ഒന്ന് വിശദമായി അന്വേഷിച്ചതിന് ശേഷം നിങ്ങളുടെ കിറ്റ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.